ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ കുറേ കാലമുണ്ട് യൂട്യൂബൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കണം, പക്ഷെ ഇതുവരെ നടന്നിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് എടുക്കാൻ പോകുന്നത് എന്തായാലും ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ വീട് പാലക്കാടാണ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈഡൽ വർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ഹെനാറ മേക്ക് ഓവർ ചെയ്യുക. പിന്നെ ടോണർ അടിക്കുക. ഞാൻ ടോണർ പ്ലമ്മിൻ്റെ ആയിട്ട് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ പ്രൈമർ മേക്കപ്പിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യണത് ഈ സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ആക്കുക. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ആക്കണത് ഫോറെവറുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് ശരിക്കും എൻ്റെ ഷെയ്ഡല്ല. ഞാൻ എപ്പോഴും നല്ല എന്താ പറയുക, ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ഞാൻ ഫൗണ്ടേഷൻ ഇടലുള്ളൂ. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടെടുക്കില്ലേ, ഒരു ഇതത്ര എടുക്കുള്ളൂ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇടും, ഇവിടെ ഒരു ഡോട്ട് ഇടും, ഇവിടെ ഇവിടെയും ഇവിടെ 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 ഒരു കുരുണ്ട്, കുഞ്ഞു കുരുണ്ട്. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നത് ബ്ലെൻഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ കൺസീലറൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല കൺസീലർ യൂസ് ചെയ്യണത്. സിമ്പിളായിട്ടുള്ള മേക്കപ്പിന് ശരിക്കും കൺസീലർ ഇട്ടെന്ന് വെച്ചാൽ എനിക്കിഷ്ടമല്ല. ബാക്കി എല്ലാവരും യൂസ് ചെയ്യലുണ്ട്, ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ബ്രൈഡലിനെ യൂസ് ചെയ്യും കേട്ടോ, അങ്ങനല്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ഇവിടെ മാത്രമാണ് എൻ്റെ എല്ലാം ചോദിക്കണം, അതിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഞാൻ അവിടെ മാത്രമേ ഫൗണ്ടേഷൻ യൂസ് ചെയ്യലുള്ളൂ, വേറെ എവിടെയും യൂസ് ചെയ്യലില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ പല മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് ക്ഷമിച്ചാൽ. കുറച്ച് നിറവെച്ചിലിനെ കാണാൻ. ഇനി അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലഷാണ്. ബ്ലഷ് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് ഇതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷ് നല്ല ബ്ലഷാണ്, നല്ല കളറാണ്, നല്ല ഷെയ്ഡാണ്, സൂപ്പറാണ്. ഞാൻ അതിൻ്റെ ഷെയ്ഡ് ചീക്കാണ് കേട്ടോ. നല്ല ഷെയ്ഡോ, അടിപൊളി ഷെയ്ഡോ, വാങ്ങി വെക്കും, സൂപ്പറാണ്. ഇത് ഞാൻ കയ്യിൽ തന്നെ കേട്ടോ ആക്കണത്, കഴിയാറായി ശരിക്കും. ഒരു കുഞ്ഞു തുണ്ട മതിട്ടോ, കൂടുതലൊന്നും വേണ്ട. എനിക്ക് കവൾ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിന്നോളും. ബ്ലഷും ഫൗണ്ടേഷനും എന്തൊക്കെയാണ് കേട്ടോ, അതൊക്കെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് കടന്നോളും. എനിക്ക് തോന്നിയ പോലൊക്കെ ഇടല് കേട്ടോ. പിന്നെ എനിക്ക് കാര്യമായിട്ട് ശരിക്കും മേക്കപ്പൊന്നും എനിക്കിഷ്ടമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് ഇയർ ബാലൻസിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വയ്യാണ്ടൊക്കെ ആയ ശേഷം എൻ്റെ ഫേസ് വൺ സൈഡ് ആയിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം എൻ്റെ മുഖം എനിക്ക് അത്ര ഇഷ്ടമില്ലാണ്ടായി. ഞാൻ അത്ര തടിയുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ആയിട്ട് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ശരിക്കും മേക്കപ്പ് ഇടാൻ തുടങ്ങിയത്. കാരണം എനിക്ക് കാണുമ്പോൾ തന്നെ എൻ്റെ മുഖം ഒന്ന് ചെരിഞ്ഞ പോലെയൊക്കെ തോന്നുക, പിന്നെ കുറച്ച് തടിയുള്ളതുകൊണ്ട് ഒരുമാതിരി വൃത്തിയുടെ പോലെ തോന്നുക. അതിന് ശേഷമാണ് എനിക്ക് മേക്കപ്പിനോട് എനിക്ക് ബ്രൈഡിന് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മേക്കപ്പ് ഇടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് ഇടണം എന്നൊക്കെ എന്താ പറയുക, ഇടണം, ഇല്ലാണ്ട് അതിനെ കാണാൻ ചന്തില്ല, ഭയങ്കര ബോറാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. എനിക്ക് പലതും കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ലിപ്സ്റ്റിക്കിൽ ഞാൻ ശരിക്കും ഈ ഷെയ്ഡ് ജസ്റ്റ് ഇടുക ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ മാത്രം ഇടുള്ളൂ, വേറെ ഇടില്ല. കാരണം എൻ്റെ ചായ ഉണ്ടല്ലോ, എൻ്റെ ചായയില്ലേ, എൻ്റെ ചായ ഉണ്ടല്ലോ, എൻ്റെ ചായ ഇട്ടെന്ന് വെച്ചാൽ
എൻ്റെ ചായ ഇട്ടെന്ന് വെച്ചാൽ എന്താ പറയുക, ലിപ് ലൈനറും കൂടെ ഇട്ടെന്ന് വെച്ചാൽ എൻ്റെ ചായ മാറിപ്പോയി. എന്തായില്ല എന്നെ കാണാൻ. പിന്നെ ഞാൻ യൂസ് ആക്കൽ ശരിക്കും ഇപ്പം ടൈം എന്താന്ന് വെച്ചാൽ 12 മണിയാണ്. 12 മണിക്ക് കഴിഞ്ഞു. ഒരു മിനിറ്റ് നോക്കട്ടെ. 12 മണി ഏകദേശം കഴിഞ്ഞിക്കൊണ്ടിട്ടാണ്. 1 മണീൻ്റെ അടുത്തൊക്കെ അയക്കണം. അപ്പോൾ എൻ്റെ കണ്ണ് കുറച്ച് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് മുഖത്തിൽ പ്രശ്നം തുടങ്ങിയതിന് ശേഷം എൻ്റെ രാത്രി എന്തെങ്കിലും ഇനിയിപ്പോൾ ടൈം ആയല്ലോ, അപ്പോൾ ഇനി എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ മുഖം എന്തെങ്കിലും റിയാക്ഷൻ തരും. ചിലപ്പം തലവേദന വരും, പിന്നെ ഇങ്ങനെ ചിലവിടെ ഇങ്ങനെ മിടിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓവർ കണ്ണിലൊന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതുന്നുണ്ട്. പിന്നെ ഞാൻ ഐബ്രോ ഒന്നും ചെയ്യലില്ല കേട്ടോ. ഞാൻ ഒന്നും ചെയ്യലില്ല, അതങ്ങനെ വിടുക ചെയ്യാം. എനിക്ക് കുറച്ച് നാച്ചുറലായിട്ട് കിടക്കണതാണ് എനിക്കിഷ്ടം. പണ്ട് എനിക്ക് ഭയങ്കര നാച്ചുറൽ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പോൾ മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ യൂസ് ആക്കണ ഐലൈനറായിട്ടത് നമ്മുടെ പഴയ ഐലൈനർ, അതും പിന്നെ കൊളോസൽ കാജലാണ് ഞാൻ യൂസ് ആക്കല്. ഞാൻ കാജലിടണോ കണ്ണെഴുതണോ എന്ന് കൺഫ്യൂഷനിലാണ്. പിന്നെ മേക്കപ്പ് ഇട്ടെന്ന് വെച്ചാൽ നമുക്ക് ഫേസിൽ തൊടായിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ തൊടുകയൊക്കെ ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. ഞാനൊക്കെ നല്ലോണം തൊടലുണ്ട്, മൈക്കലുണ്ട്. എനിക്ക് ഇടക്ക് കുട്ടിയിട്ട പോലെ. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടേ ഇതാരും എൻ്റെ ഉള്ളിൽ ചോദിക്കും എന്തോണം ഇങ്ങനെ കെട്ടി ഒരുങ്ങിയിരിക്കണം എന്നൊക്കെ. ഇടയ്ക്ക് ഞാൻ അതങ്ങോട്ട് മായ്ച്ചുകൊണ്ട് കളയും. ചെന്തയിൽ തന്നെ കാണാൻ. എൻ്റെ കണ്ണിലൊന്നും തീരെ ബ്ലഡ് ഉണ്ടായിരുന്നില്ല നേരത്തെ, ഇപ്പോൾ കുറേ വന്നിട്ട്. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ ഒരുങ്ങലുള്ളൂ കേട്ടോ. ഇതിൽ കൂടുതലൊന്നും ഞാൻ ഒരുങ്ങലില്ല. പിന്നെ തലയിട്ടലുണ്ട്, പക്ഷേ ഈ നട്ടപ്പാതിരിക്ക് ഇനിയിപ്പോൾ തലയിട്ടിട്ട് ഞാൻ അവിടേക്കും പോകലൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ തലയിട്ടാനൊന്നും വയ്യ. ഞാൻ പോയി കടന്നുറങ്ങട്ടെ. എന്തായാലും എന്നോട് ചോദിച്ച എല്ലാവർക്കും മറുപടിയായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് കാണണേ. ഓക്കെ, ബൈ. ഹലോ, പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ലാസ്റ്റിട്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കണം. ശരിക്കും ഞാൻ അടിക്കലൊന്നുമില്ല, പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ അടിക്കലുള്ളൂ. ഈ മേക്കപ്പ് ഞാൻ ശരിക്കും എവിടെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടുന്ന സാധനം കേട്ടോ. ഇത് എന്താ പറയുക, കല്യാണത്തിന് പോകുമ്പോൾ മാത്രം ഇടുന്ന സാധനം ഒന്നുമില്ല. ഇത് ശരിക്കും ഭയങ്കര ലൈറ്റ് മേക്കപ്പാണ്. ഭയങ്കര ലൈറ്റ് മേക്കപ്പ് എന്ന് വെച്ചാൽ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇട്ടിട്ടില്ല എന്നുള്ളൊരു ലുക്ക് തരും ഇത്. എന്നാൽ ഫേസ് കുറച്ച് വൃത്തിക്ക് കിടക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു മേക്കപ്പാണിത്. ഇതിനിപ്പോൾ ഞാൻ തട്ടൊക്കെ ചുറ്റിലുണ്ട് കേട്ടോ. ഞാൻ തട്ടം ചുറ്റിരുമ്പോൾ കാണിച്ചിട്ടോ. എന്താ പറയുക, ലാസ്റ്റ് ഇത് ഫേസ് സ്കാനറിൻ്റെ സാധാ നോർമൽ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതടിക്കുക. കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത വീഡിയോ തരാം കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിൽ ഇടുമെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ എടുക്കുകയാണ്. രാത്രിയിലുള്ളൊരു നട്ടപ്രാന്താണ് ശരിക്കും. യൂട്യൂബിൽ ഇടുകയാണെന്ന് വെച്ചാൽ കാണാം.